അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ സഹ്ഹല ലനാ മഅരിഫത അഹ്കാമദ്ദീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി സ്വാദിഖുൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 1ാം പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മളൊക്കെ 5ാം ക്ലാസ്സിലെത്തി. 5ാം ക്ലാസ്സിലെ 1ാം പാഠം അൽ അഹ്കാമു ശറഇയ്യ, ശറഇയ്യായ വിധികൾ. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ നമുക്ക് ശറഇയ്യായ വിധികൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഉദാഹരണങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ നേരത്തെ കേൾക്കാറുണ്ട് വിധികൾ: നിർബന്ധം, നിഷിദ്ധം, സുന്നത്ത്, കറാഹത്ത്, അനുവദനീയം. ഇതൊക്കെ കേൾക്കാറുണ്ട്. അതൊക്കെ എന്താണ്, അതിൻ്റെ രൂപം എന്താണ്, അതിൽ നിന്നുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കാം. ആദ്യമായി നമ്മൾ പാഠഭാഗത്തിലെ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കാം. അതുപോലെ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് നിങ്ങളുടെ പാഠങ്ങൾ നോട്ടിൽ എഴുതുകയും വേണം. പാഠഭാഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടാവുക, എന്നാലേ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ആദ്യമായി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അൽ അഹ്കാമു ശറഇയ്യ, പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് അൽ അഹ്കാമു ശറഇയ്യ എന്ന് പറയുന്നത്. അവ 5 ആകുന്നു: വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ഹലാല് എന്നിവയാണവ. അൽ വാജിബു, വാജിബ് എന്നാൽ എന്താണ്? ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയുമുള്ളത്. വാജിബിന് ഫർള് എന്നും പേരുണ്ട്. ഫർള് 2 വിധമാണ്. ഒന്ന് ഫർള് ഐൻ, ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത്. ഉദാഹരണം 5 വക്ത് നിസ്കാരം, റമളാനിലെ നോമ്പ് പോലെയുള്ളവ അതിൽപ്പെട്ടതാണ്. 2 ഫർള് കിഫായ, സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമാണ്. ഉദാഹരണം മയ്യിത്ത് നിസ്കാരം. 2ാമത്തേത് അൽ ഹറാം. എന്താണ് ഹറാം എന്നാൽ? ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമാണ്. ഉദാഹരണം മദ്യപാനം. 3 അസുന്നത്തു, സുന്നത്ത്. എന്താണ് സുന്നത്ത്? ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷ ഇല്ലാത്തതുമാകുന്നു അത്. ഉദാഹരണം സലാം പറയൽ. ഇതിന് മന്ദൂബ് എന്നും തതവ്വു എന്നും നഫ്ലി എന്നും മുസ്തഹബ് എന്നും എല്ലാം പേരുണ്ട്. ഇനി 4ാമത്തെ അൽ കറാഹത്തു, കറാഹത്ത്. എന്താണ് കറാഹത്ത്? ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമാണ്. ഉദാഹരണം നിസ്കാരത്തിൽ തല തുറന്നിടൽ. 5 അൽ ഹലാലു. എന്താണ് ഹലാല്? ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത്. ഉദാഹരണം നല്ല ചെരുപ്പ് ധരിക്കൽ. ഇതിന് മുബാഹ്, ജായിസ് എന്നും പറയപ്പെടും. നമുക്കിനി പഠന പ്രവർത്തനത്തിലേക്ക് നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ 1ാം ഭാഗം ഉത്തരം പറയുക എന്നതാണ്. ശറഇയ്യായ വിധികൾ എത്ര? ശറഇയ്യായ വിധികൾ 5 ആകുന്നു. ചോദ്യം 2: ഹലാലിനുള്ള മറ്റു പേരുകൾ ഏതെല്ലാം? ഉത്തരം മുബാഹ്, ജായിസ്. ചോദ്യം 3: നീ ഇന്ന് ചെയ്ത വാജിബായ കാര്യങ്ങൾ ഏവ? ഉത്തരം നിസ്കാരം. ചോദ്യം 4: സുന്നത്തിന് എത്ര പേരുകളുണ്ട്? ഉത്തരം 4. ചോദ്യം 5: ഫർള് എത്ര വിധമാകുന്നു? 2 വിധം: ഫർള് ഐന്, ഫർള് കിഫായ. പഠന പ്രവർത്തനത്തിൻ്റെ 2ാം ഭാഗം ഓരോ ഉദാഹരണം എഴുതാൻ. ഫർള് ഐന് 5 വക്ത് നിസ്കാരം, ഉദാഹരണം. 2 ഫർള് കിഫായ, ഉദാഹരണം മയ്യിത്ത് നിസ്കാരം. 3 മുസ്തഹബ്, ഉദാഹരണം സലാം പറയൽ. 4 ജായിസ്, ഉദാഹരണം നല്ല ചെരുപ്പ് ധരിക്കൽ. 5 കറാഹത്ത്, ഉദാഹരണം നിസ്കാരത്തിൽ തല തുറന്നിടൽ. പഠന പ്രവർത്തനത്തിൻ്റെ 3ാമത്തെ ഭാഗം വ്യക്തമാക്കുക. വാജിബ് എന്നാൽ എന്ത് വ്യക്തമാക്കാം. ഉത്തരം
ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയുമുള്ളത്. 2. കറാഹത്ത് വ്യക്തമാക്കാം. ഉത്തരം ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. 3. സുന്നത്ത് ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷ ഇല്ലാത്തതുമാകുന്നു. പഠന പ്രവർത്തനത്തിൻ്റെ 4ാമത്തെ ഭാഗം നോക്കാം. യോജിച്ച കള്ളിയിൽ എഴുതുക. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ചില പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വാജിബ് ഏതാണ്, സുന്നത്ത് ഏതാണ്, ഹറാം ഏതാണ്, മുബാഹ് ഏതാണ് എന്ന് പ്രത്യേകമായി എടുത്തെഴുതണം. സക്കാത്ത്, പെരുന്നാൾ, നിസ്കാരം, കളവ് പറയൽ, നല്ല വസ്ത്രം ധരിക്കൽ, ഖുർആൻ ഓതൽ, വുളു ഇല്ലാതെ സുജൂദ് ചെയ്യൽ. ഈ കാര്യങ്ങൾ ഏതൊക്കെയാണ് ഫർള്, ഏതൊക്കെയാണ് സുന്നത്ത്, ഏതൊക്കെയാണ് ഹറാം, ഏതൊക്കെയാണ് മുബാഹ് എന്ന് നമുക്ക് തരംതിരിക്കാം. വാജിബ് സക്കാത്ത്. സുന്നത്ത് ഏതൊക്കെയാണ്? പെരുന്നാൾ നിസ്കാരം, ഖുർആൻ ഓതൽ. ഹറാം ഏതൊക്കെയാണ്? കളവ് പറയൽ, വുളു ഇല്ലാതെ സുജൂദ് ചെയ്യൽ. മുബാഹ് നല്ല വസ്ത്രം ധരിക്കൽ.